ചോക്ലേറ്റ് ഫാക്ടറി കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ നല്ലൊരു വ്യൂ. ഇങ്ങനെയുണ്ട്. ഊട്ടിയുടെ ഒരു നല്ല ഭാഗങ്ങൾ മുഴുവൻ കാണാവുന്ന രീതിയിലുള്ളൊരു വ്യൂ ആണ്. ഇവിടെ ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറി അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് വന്ന നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി എന്തെങ്കിലും നോക്കാം. ഇത് നമ്മളിപ്പോൾ പറിക്കുന്ന ആ കൊഴുന്ത് തന്നെ അല്ലേ? ഒരു കൊഴുന്തും പിന്നെ 2 ഇലയും അങ്ങനെയാണ് എടുക്കും. അതിൻ്റെ കൂമ്പ്, ഒരു കൂമ്പ് 2 ഇല, ഒരു കൂമ്പ് 2 ഇല പറയുന്നത് ഓർത്തഡോക്സ് ടീ. ഈ തേയിലയുടെ സയന്റിഫിക്കൽ നെയിം കമേലിയ സൈമോൺസിസ്. അതാണ് തേയിലയുടെ സയന്റിഫിക്കൽ നെയിം. ഓക്കെ. ടീയുടെ സ്പെല്ലിംഗ് എന്താ? TEA അല്ലേ? അതിൻ്റെ മീനിങ് എന്താണ് അറിയാം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് TEA? ഇറ്റ് ഹാസ് എ മീനിങ് ഓൾസോ. ഈ തേയിലയുടെ സയന്റിഫിക്കൽ അബ്രിവേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആദ്യം നമ്മുടെ പ്രോസസ്സ് പറ്റി നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഉലോങ് ടീ, വൈറ്റ് ടീ ആണ്. പക്ഷേ എല്ലാ ചായക്കും ഒരേ ഇലയാണ്. പക്ഷേ നമ്മുടെ ചെയ്യുന്ന പ്രോസസ്സാണ് വ്യത്യാസം. ഇപ്പോൾ ബ്ലാക്ക് ടീ ആകുമ്പോൾ നമ്മളെ കുടിക്കുന്ന വീട്ടിലെ കുടിക്കുന്ന കട്ടൻ ചായ അല്ലേ? കട്ടൻ ചായ പറയുമ്പോൾ നല്ല വലിയ തേയിലയാണ് കട്ടൻ ചായ. പക്ഷേ അത് നമ്മുടെ ഇന്ത്യ മാർക്കറ്റിൽ കിട്ടില്ല. അതൊക്കെ എക്സ്പോർട്ടാണ്. എന്താ? നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കടുപ്പ് വേണം, ടേസ്റ്റ് വേണം, പഞ്ചസാര കൂടുതൽ വേണം, പാല് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൗഡർ ചായ, ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ചായപ്പൊടിയൊക്കെ പൗഡർ അല്ലേ? അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഈ രീതിയിലാണ് നമ്മുടെ ചായ കുടിക്കുന്നത്. സോ നമുക്ക് പൗഡറാണ്. പക്ഷേ എക്സ്പോർട്ട് ചായ പറയുമ്പോൾ വലിയ തേയില, അത് ബ്ലാക്ക് ടീ, ഒറിജിനൽ ബ്ലാക്ക് ടീ. അപ്പോൾ ബ്ലാക്ക് ടീക്ക് നിങ്ങൾ വരുമ്പോൾ കുറച്ച് ഇലയൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടായാലും ഏതാണെന്ന് അറിയോ? ഈ വെള്ളത്തിൻ്റെ ഈർപ്പ് ഉണ്ടാവും. ഈ വെള്ളത്തിൻ്റെ ഈർപ്പ് കളയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്. ഒരു 12 മണിക്കൂർ ആകുമ്പോൾ ചൂടായിട്ട് കാറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പച്ച ഇലയൊക്കെ ഇവിടെ കൊടുക്കുമ്പോൾ എന്താകും? ഈ പച്ച ഇല മെഷീനിൽ കൊടുത്ത് അരയ്ക്കുമ്പോൾ അതിൻ്റെ പേസ്റ്റ് പോലെ സ്റ്റാൻഡ് ഹിയർ. സോ ഈ പച്ച ഇല നമ്മൾ അവിടെ ഉണക്കിയിട്ട് ഒരു 12 മണിക്കൂർ ഈ മെഷീനിലിട്ട് അരയ്ക്കുമ്പോൾ ഈ മെഷീൻ ഇതുപോലെ തന്നെ ആയിരിക്കും. അവിടെ താഴെ ഒരു മെഷീനുണ്ട്, അതിൻ്റെ മോഡലായിരിക്കും. ഇല പച്ച ഇലൊക്കെ ഉള്ളിൽ കൊടുത്തിട്ട് ഈ പ്രഷർ പ്ലേറ്റ് അങ്ങനെ ഇറക്കുമ്പോൾ ഈ കംപ്രസർ കിട്ടുമ്പോൾ ഈ ബ്ലേഡൊക്കെ ഇലക്കെ കട്ടാവും. ഇലയൊക്കെ അരച്ച് കളഞ്ഞിട്ട് ഈ ഇല ഇപ്പോൾ കളർ മാറ്റണം. സോ നിങ്ങൾക്ക് കളർ മാറ്റാൻ വേണ്ടി കളർ ഒന്നും ചേർക്കരുത്. വെറുതെ സിൽവർ ട്രേയിൽ 2 മണിക്കൂർ ഇട്ട് വയ്ക്കുമ്പോൾ ഓക്സിജൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ ശ്വാസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലേ? ഓക്സിജൻ കിട്ടിയാൽ മതി. ഈ തേയിലയുടെ കളർ മൈലാഞ്ചിൻ്റെ കളറിലേക്ക് മാറും. ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. യെസ്, ഓക്സിഡേഷൻ. സോ മൈലാഞ്ചി അരയ്ക്കുമ്പോൾ ആദ്യം പച്ചയാണ്, അരച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ചവക്കും അല്ലേ? ഈ തേയിലയും അങ്ങനെ തന്നെ 2 മണിക്കൂർ അരച്ചിട്ട് തേയിലെടുത്ത് വെക്കുമ്പോൾ കാറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ കളർ മൈലാഞ്ചിൻ്റെ കളറിലേക്ക് മാറും. അങ്ങനെയാണ് കളർ മാറുന്നത്. കുറേ ആൾക്കാർ പറയുമ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയുക? ഒരു കളർ ചേർക്കുന്നുണ്ട്. കളർ ഷുഡ് നോട്ട്. സോ ദാറ്റ് ഈസ് റോങ്. സോ നാച്ചുറലി ഇറ്റ് വിൽ ബിക്കം ബ്രൗൺ കളർ ആൻഡ് ദെൻ ദ ലീവ്സ് വിൽ കളക്ട് ബാക്ക്. ചായ ഇലയൊക്കെ എടുത്തിട്ട് ഉണക്കും. ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉണക്കുമ്പോൾ ബ്ലാക്ക് ടീ തയ്യാറാവും. അത് ബ്ലാക്ക് ടീയുടെ പ്രോസസ്സ് ഓവർ. ഇനി കുറച്ച് ഇലത്തേയിലാവുമ്പോൾ കുറച്ച് പൊടിക്കും. പിന്നെ വീണ്ടും പൊടിച്ചിട്ട് വരുന്നതാണ് പൗഡർ ചായപ്പൊടി. അതിൽ നമ്മൾ ഏലക്കായ് ടീ, മസാല ടീ, ജിഞ്ചർ ടീ, ചോക്ലേറ്റ് ടീ, ഇതൊക്കെ നമ്മൾ ഫ്ലേവേഴ്സ് ചേർക്കണതാണ് അഡീഷണൽ. പക്ഷേ ബ്ലാക്ക് ടീക്ക് ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. ഗ്രീൻ ടീ ആകുമ്പോൾ ഇതേ ഇല തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഉണക്കണ പ്രോസസ്സില്ല. ഗ്രീൻ ടീ ആവിൽ വേവിക്കും. ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് ആവിൽ വേവിക്കുമ്പോൾ അതിൻ്റെ കളർ മാറില്ല. കളർ മാറാത്ത കൊണ്ടാണ് ഇതിൽ എന്താ ഉണ്ടാവും? ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടാവും. പക്ഷേ ബ്ലാക്ക് ടീക്ക് കളർ മാറുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ പോകും. അത് ഉന്മേഷത്തിന് മാത്രമാണ്. പക്ഷേ ഗ്രീൻ ടീ ആകുമ്പോൾ ഹെൽത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി. അതെങ്ങനെയാണ്? ഇപ്പോൾ ബ്ലാക്ക് ടീക്ക് കളർ മാറുമ്പോൾ അതിൽ ഒരു സാധനം പോകും. അതെന്താ? ടാനിൻ എന്ന് പറയും. ടാനിൻ എന്ന് പറയുമ്പോൾ അത് കഫീനാണ്. അത് നമുക്ക് വേണ്ട. അപ്പോൾ അത് നമുക്ക് ബ്ലാക്ക് ടീയിൽ ഉണ്ടാവും. പക്ഷേ ഗ്രീൻ ടീക്ക് ആവിൽ ഉപയോഗിക്കുമ്പോൾ ടാനിൻ പോവും, ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രം ഉണ്ടാവും. പക്ഷേ ബ്ലാക്ക് ടീ കുടിക്കുമ്പോൾ ഉന്മേഷത്തിന് വേണ്ടി, ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ആരോഗ്യത്തിന്, വെയിറ്റ് ലോസ്, സ്കിന്നിൻ്റെ അലർജി, ക്യാൻസറിന് വേണ്ടി കുടിക്കുന്നത്. ബ്ലാക്ക് ടീയിലുള്ള കഫീൻ പോവില്ല, ഉണ്ടാവും. ഗ്രീൻ ടീ ആവുമ്പോൾ കഫീൻ പോവും, ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ വേവിക്കുന്നത്. വേവിക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രം ഉണ്ടാവും. അത് നിങ്ങൾ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ കളറായിട്ട് വരും. പക്ഷെ ബാക്കി ചായ ഉണ്ടാക്കുമ്പോൾ ബ്രൗൺ ബ്ലാക്ക് കളറായിട്ട് വരും അല്ലേ?
സോ ഇത് ബ്ലാക്ക് ടീ. ഉലോങ് ടീ ഇനി ഒരു ചായ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഊലോങ് ടീ. ഊലോങ് ടീ പറയുമ്പോൾ ചൈനീസ് മെത്തേഡിലേക്ക് ചെയ്യുന്ന ഗ്രീൻ ടീ ആണ്. അതെന്താ ബ്ലാക്ക് ടീയുടെ പ്രോസസ്സും ഗ്രീൻ ടീയുടെ പ്രോസസ്സും ഒരുമിച്ച് ചെയ്യും. ഇപ്പോൾ ബ്ലാക്ക് ടീക്ക് നമ്മൾ അവിടെ ഉണക്കുന്നുണ്ട്, ഗ്രീൻ ടീക്ക് വേവിക്കുന്നുണ്ട്. പക്ഷേ ഊലോങ് ടീ പറയുമ്പോൾ രണ്ടും ചെയ്യും. അതുപോലെ ചെയ്യുമ്പോൾ ഈ ടേസ്റ്റ്, ഇതിൻ്റെ ഗ്രീൻ ടീയുടെ ടേസ്റ്റ് കുറച്ച് കയ്പാണ്. പക്ഷേ ചൈനീസിൻ്റെ ഗ്രീൻ ടീ അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻറ്റാണ്. വൈറ്റ് ടീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദ വൈറ്റ് ടീ? വൈറ്റ് ടീ പറയുമ്പോൾ ഈ തേയിലയുടെ മേലെ ഇരിക്കുന്ന ഈ കൂമ്പ് മാത്രം, ഇതാണ് ഈ മൊട്ടെന്ന് പറയും അല്ലേ, ഇത് മാത്രം എടുത്തിട്ട് സൺലൈറ്റിൽ ഉണക്കും. വെയിലിനകത്തിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഉണക്കിയിട്ട് അങ്ങനെ പാക്കിംഗ് ചെയ്യും. അതാണ് വൈറ്റ് ടീ. വൈറ്റ് ടീ പറയുമ്പോൾ വൈറ്റ് ടീയുടെ കാസ്റ്റ് 1 കിലോയുടെ റേറ്റ് 10,000 രൂപ. അത് നിങ്ങൾ കൂടുതലായിട്ട് ഇടുന്നത് ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിന് 3-4 തളി കിട്ടാൻ മതി. അത് അത്രയ്ക്ക് ആരോഗ്യത്തിന്, ഹാർട്ട് പമ്പിങ് നല്ലതാണ്, ഷുഗർ ലെവൽ കൺട്രോൾ ആവും, ഡയബറ്റിക്സിന് നല്ലതാണ്, ക്യാൻസർ പ്രിവെൻഷന് നല്ലതാണ്, സ്കിൻ അലർജിയുടെ നല്ലതാണ്. പക്ഷേ ഇത്രയും അതിലുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ, അത് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുണ്ട്. സോ പ്ലീസ് വെയിറ്റ്. ഓക്കെ, യു ഹാവ് സം ടീ, യു ടേക്ക് സം ടീ പ്ലീസ്. വൈറ്റ് ടീ മാർക്കറ്റിൽ വാങ്ങിച്ച ഒരിക്കലും 10,000 രൂപയാണ്. ഇവിടെ 50 ഗ്രാമിൻ്റെ 500 രൂപയാണ് വൈറ്റ് ടീ. പക്ഷേ വൈറ്റ് ടീക്ക് പ്രോസസ്സ് കുറവാണ്. പക്ഷേ കൂടുതൽ കാസ്റ്റ് പറയുമ്പോൾ ഇത് അത് മാത്രം എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കൃഷിയിൽ പോയിട്ട് നമ്മൾ അത് മാത്രം എടുക്കും. ടീയുടെ സ്പെല്ലിംഗ് അലമുള, ഇതിയുടെ സയൻറ്റിഫിക് നെയിം ആദ്യം പറഞ്ഞു, അലമുള മനസ്സിലായോ? കമേലിയ സൈനോസിസ്. ഈ തേയിലയുടെ സയൻറ്റിഫിക് നെയിം കമേലിയ സൈനോസിസ്. ടീയുടെ സ്പെല്ലിംഗ് TEA. അതിൻ്റെ മീനിങ് ടിംപോൾ എൻസൈം ആസിഡ്. അതാണ് ടീയുടെ സയൻറ്റിഫിക് കോമ്പിനേഷൻ. ടൈനിൻ പോളിഫിനോൾ, അതിൻ്റെ ടൈനിനും ഉണ്ട്, ഫ്ലാവിനോയിഡ്സ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ടിംപോൾ എൻസൈം ആസിഡ്. ഓക്കെ, താങ്ക് യു. Studying new machine. So this is that pudi chai pudi tea powder happens, right? It happens in this machine. So the leaf goes there, gets cut, then it comes stage by stage. Here it please come. Inside this you see is CTC rollers. You know what is the full form of CTC? It is cut, turn and curl. Cut, turn and curl. So it will go here. This will run clockwise and this will run anti-clockwise. So like this 5 machines, same machines will be there. Tea leaf will become powder. Then please move, excuse me. The tea leaf will be sent in by conveyor to this machine. This is called as fermenting drum. In this, tea leaf will start oxidizing and also the shape of the tea leaf will happen. You see the tea dust in round shape, right? So in this it will happen, and then after that it will be in this machine. The big balls or something which is unmarketable size will all come off here and again go to this machine for further cutting. The other ones will go out till they dry. This new machine is getting installed. Tea has got two enzymes. One is polyphenol and another is tetraphenol. So for making of green tea, what they do is they put the leaf here and cooker on top. Cooker top, you find that this is hot steam coming, right? At the hot steam at 150 degrees, they fire this and they roll it and dry it. Steaming, rolling, drying green tea. Weathering, rotor pan, cutting in CTC, fermenting and drying, it is CTC tea. You do the weathering process, roll it and ferment it and dry it, it is orthodox tea. Okay, thank you. Thank you, sir. ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഓൾറെഡി വർക്കിംഗ് ഇല്ല, ഇന്ന് വർക്കിംഗ് ഇല്ല, പക്ഷെ അതിൻ്റെ മിഷനറീസാണ്. ലോക്ക്ഡൗണൊക്കെ കാരണം മൊത്തം ചിലവ് കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും വർക്ക് ലിമിറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അതിൻ്റെ വർക്ക് പണികളൊക്കെ നടക്കുന്നുണ്ട്. ചോക്ലേറ്റ് മെഷീൻ.